കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കർണാടക സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഇതേ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് MPമാരും MLAമാരും നാളെ പ്രതിഷേധിക്കുക. അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സമരം തുടങ്ങിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കർണാടക സർക്കാരിന്റെ സമരം അത് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ DK ശിവകുമാർ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് ഈ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേദിയിൽ സംസാരിക്കുന്നത്. അല്പം മുൻപാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. സമരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു മറുപടി. അതേസമയം DK ശിവകുമാർ പ്രതികരിച്ചത് ഇത് എല്ലാ നികുതി വിഹിതവും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്നുണ്ട്, പക്ഷേ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതം അത് കേന്ദ്രത്തിൽ നിന്നും തിരികെ ലഭിക്കുന്നില്ല. ഇതേ രീതിയിൽ ഏത് സംസ്ഥാനം സമരം ചെയ്താലും, BJP സംസ്ഥാനമായിരുന്നാലും BJP ഇതര സംസ്ഥാനമായിരുന്നാലും അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരള സർക്കാരിന്റെ സമരത്തെയും പിന്തുണയ്ക്കുന്നുണ്ട്. നാളെ ചില നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉള്ളതിനാൽ കേരളത്തിന്റെ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം നമ്മുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. എന്തായാലും ഈ സമരം ഇപ്പോൾ കർണാടക സർക്കാരിന്റെ കേന്ദ്രത്തിനെതിരായ സമരം അത് ആരംഭിച്ചിരിക്കുകയാണ്. MLCമാരും MLAമാരും അതുപോലെ തന്നെ MPമാരും ഉൾപ്പെട്ടാണ് ഈ ഒരു സമരം ഇപ്പോൾ ജന്തർ-മന്ദറിൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും ഉയർത്തുന്ന ആരോപണം, സംസ്ഥാനത്ത് നിന്ന് ഈ BJPക്ക് 27 MPമാരുണ്ടെങ്കിൽ കൂടിയും അവർക്കാർക്കും സംസ്ഥാനത്തിന് വേണ്ട നേട്ടങ്ങൾ, വികസന പദ്ധതികളായിരുന്നാലും ശരി, ഈ നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.